എത്ര കാലം ഗസയിൽ വെടിനിർത്തൽ തുടരും? ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് എത്ര നാൾ വെടിനിർത്തൽ തുടരുമെന്നതിന് ഒരു ഉറപ്പും പറയാനാവില്ല. ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. എന്നാൽ വെടിനിർത്തലിന് വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബന്ദികളുടെ ലിസ്റ്റ് വേണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ രംഗത്ത് വന്നു. മാത്രമല്ല, രണ്ടാം ഘട്ട വെടിനിർത്തലിന് വീണ്ടും ചർച്ച വേണമെന്നും ഈ വെടിനിർത്തൽ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് പറയാനാവില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിലായി. ലോകം അമ്പരന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ നിരാശരായി. ഗസയിലെ നിസ്സഹായരായ മനുഷ്യരുടെ മനസ്സ് തകർന്നു. ആരാണ് വെടിനിർത്തൽ കരാറിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഇസ്രായേലിൻ്റെ മനം മാറ്റത്തിന് പിന്നിൽ ആരാണ്? തുടക്കം മുതലേ വെടിനിർത്തൽ കരാറിനോട് നെതന്യാഹുവിന് കടുത്ത എതിർപ്പായിരുന്നു. എന്നിട്ടും മറ്റ് മാർഗമില്ലാതെ വന്നതോടെയാണ് വഴങ്ങേണ്ടി വന്നത്. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന പിടിവാശിയിലായിരുന്നു നെതന്യാഹു. ഹമാസ് ബന്ദികളെ ഒരു പരിചയമായാണ് ഉപയോഗിക്കുന്നത്. ബന്ദിമോചനം വൈകുന്നത് ഇസ്രായേലിൽ വലിയ പ്രതിഷേധവും ഉണ്ടാക്കുന്നുണ്ട്. യുദ്ധം വലിച്ചു നീട്ടുന്നത് ഭരണത്തിൽ തുടരാനുള്ള നെതന്യാഹുവിൻ്റെ തന്ത്രമായി വിലയിരുത്തപ്പെട്ടു. താൻ അധികാരത്തിലെത്തുന്ന ജനുവരി 20 മുമ്പ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന ട്രംപിൻ്റെ ഭീഷണി വെറും പബ്ലിസിറ്റി ഗിമ്മിക്കായി മാത്രമേ കാണാനാവൂ. എങ്കിലും ട്രംപിൻ്റെ പരസ്യ പ്രഖ്യാപനം നെതന്യാഹുവിനെ പ്രതിരോധത്തിലാക്കി. അധികാരമൊഴിയും മുമ്പ് കരാർ സാധ്യമാക്കണമെന്ന നിലവിലെ US പ്രസിഡന്റ് ജോ ബൈഡൻ്റെ വാശിയും നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കി. യുദ്ധവിരാമത്തിനുള്ള അവകാശവാദം ട്രംപും ബൈഡനും ഒരുപോലെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ബൈഡനേക്കാൾ ട്രംപിൻ്റെ സ്വാധീനം വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിൻ്റെ പിന്തുണ ഇസ്രായേലിലെ തൻ്റെ നിലനിൽപ്പിന് പ്രധാനമാണെന്ന് നെതന്യാഹുവിന് വളരെ നന്നായി അറിയാം. ഇറാനെ നേരിടാനും സൗദി അറേബ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി മധ്യപൂർവേഷ്യയിലെ തങ്ങളുടെ സ്ഥാനം തിരികെ പിടിക്കാനും വെസ്റ്റ് ബാങ്കിലെ ജൂത സെറ്റിൽമെൻറ്റുകൾക്ക് പിന്തുണ ലഭിക്കാനും USൻ്റെ സഹകരണം ഇസ്രായേലിന് വേണം. സ്വന്തം സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചും നെതന്യാഹു കരാർ ഒപ്പിട്ടതിന് പിന്നിൽ ഇക്കാരണങ്ങളാണുള്ളത്. വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതോടെ ചെകുത്താനും കടലിനും ഇടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സ്വന്തം സർക്കാരിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പ് ഏറ്റുവാങ്ങുകയാണ് അദ്ദേഹം. പ്രത്യേകിച്ചും സഖ്യ സർക്കാരിലെ കക്ഷികളായ ഒസ്മ യഹൂദിത് പാർട്ടി, റിലീജിയസ് സയനിസം എന്നിവയിൽ നിന്ന്. ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന പക്ഷക്കാരാണ് ഒസ്മ യഹൂദിത് പാർട്ടി. കരാറുമായി മുന്നോട്ടു പോയതോടെ സർക്കാരിനുള്ള പിന്തുണ ഈ പാർട്ടി പിൻവലിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷാ മന്ത്രി സ്ഥാനം നേതാവ് ഇറ്റാമർ ബെൻ ഗ്വിർ ഒഴിയുകയും ചെയ്തു. ബന്ദികൾക്ക് പകരം ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഗസയിൽ തീവ്രവാദം വർദ്ധിപ്പിക്കാനും അതിർത്തിയുടെ സുരക്ഷ ഇല്ലാതാക്കാനും കാരണമാകുമെന്നാണ് ഗിർ പറയുന്നത്. 120 അംഗ പാർലമെൻറ്റിൽ ഗിറിൻ്റെ പാർട്ടിക്ക് 6 അംഗങ്ങളാണുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 60 സീറ്റ് വേണ്ടിയെടുത്ത് നിലവിൽ നെതന്യാഹുവിൻ്റെ സഖ്യ സർക്കാരിന് 68 പേരുടെ പിന്തുണയുണ്ട്. ഗിറിൻ്റെ പാർട്ടി പിന്തുണ പിൻവലിച്ചാലും നെതന്യാഹു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകില്ല. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് തിരിച്ചടിയാകും. എന്നാൽ റിലീജിയസ് സയനിസം പാർട്ടി നേതാവും ധനമന്ത്രിയുമായ ബെസലേൽ സ്മോട്രിച്ചും കൂടി പിന്തുണ പിൻവലിച്ചാൽ നെതന്യാഹു സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടമാകും. 7 സീറ്റാണ് റിലീജിയസ് സയനിസം പാർട്ടിക്കുള്ളത്. നിലവിൽ സ്മോട്രിച്ചിനെ അനുനയിപ്പിക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കരാറിൻ്റെ 1ാം ഘട്ടത്തിന് ശേഷം യുദ്ധം പുനരാരംഭിച്ചില്ലെങ്കിൽ പിന്തുണ പിൻവലിക്കുമെന്നാണ് സ്മോട്രിച്ചിൻ്റെ ഭീഷണി. അങ്ങനെയുണ്ടായാൽ നെതന്യാഹു സർക്കാർ വീഴും. ബെന്നി ഗാൻസിൻ്റെ റെസിലിയൻസ് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ നെതന്യാഹുവിന് പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷം ഏത് ഘട്ടത്തിലും വാക്കുമാറുമെന്നതിനാൽ നെതന്യാഹുവിൻ്റെ ഭാവി തുലാസിൽ തന്നെയാണ്.